ഹിജ്റയുടെ മൂന്നാം കൊല്ലം ഷവ്വാലിൽ നടന്ന ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ചാണ് ജബ്ബാർ മറ്റൊരു കഥ പറഞ്ഞിട്ടുള്ളത്. ജബ്ബാറിൻ്റെ കഥയില്ലായ്മയിലൂടെ വരുന്ന കഥകളാണ്. ബദറും ഉഹദും അനാവശ്യമായി ചെയ്തിട്ടുള്ള യുദ്ധങ്ങളാണ് എന്ന് മദീനയിലെ യഹൂദരും അല്പമൊക്കെ നെറിയും ന്യായവുമുള്ള മുഹമ്മദിൻ്റെ പക്ഷത്തുള്ള ആളുകളും പറഞ്ഞു. എന്നിട്ട് അവരെയാണ് മുനാഫിക്കുകൾ എന്ന് വിളിച്ചതെന്നാണ് ജബ്ബാറിൻ്റെ ഭാഷ്യം. എന്നാൽ ഉഹദ് യുദ്ധം നടക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ ചരിത്രം പറയുന്നൊരു സംഗതിയുണ്ട്. ഉഹദ് യുദ്ധം ബദർ യുദ്ധത്തിൽ ഖുറൈശി പ്രമുഖന്മാരായിട്ടുള്ള ആളുകളൊക്കെ വധിക്കപ്പെട്ടപ്പോൾ അതിന് പകരം വീട്ടേണ്ടതുണ്ട് അവർക്ക്. അതിനുവേണ്ടി അവർ മക്കയിലെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവടത്തിൽ പങ്കു ചേർന്നിട്ടുള്ള മക്കയിലെ സമ്പന്നരായിട്ടുള്ള ആളുകളോട് അബൂ സുഫിയാനും ഇക്രിമയും ഇവർ രണ്ടാളും ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധ ചേരിയിലാണ് ഉണ്ടായിരുന്നത്, ശത്രുപക്ഷത്താണ് ഉണ്ടായിരുന്നത്. അതുപോലെ അവരോട് ബന്ധപ്പെട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ പോലുള്ള ആളുകളുണ്ട്. ഇവർ കച്ചവടത്തിൽ മുതൽ മുടക്കിയിട്ടുള്ള ആളുകളോട് പറഞ്ഞത്, ബദറിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മുഹമ്മദ് കൊന്നുകളഞ്ഞു, അതുകൊണ്ട് അതിന് പകരം ചോദിക്കേണ്ടതുണ്ട്. പകരം ചോദിക്കണമെങ്കിൽ അതിന് ആയുധം വേണം, മറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് വാഹനം വേണം, മറ്റ് കോപ്പുകളൊക്കെ വേണ്ടതുണ്ട്. അതിന് പാകത്തിൽ ഈ ഫണ്ടിലേക്ക് നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ഈ വിഹിതം നിങ്ങൾ വിനിയോഗിക്കണം, അതിന് സംഭാവന ചെയ്യണമെന്നാണ് അബൂ സുഫിയാനും ഇക്രിമയും പോലുള്ള ആളുകൾ മക്കയിലെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവടത്തിൽ പങ്കു ചേർന്നിട്ടുള്ള ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അവർ ഉഹദ് യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഈ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. ജബ്ബാർ തന്നെ സമ്മതിക്കുന്ന ഒരു സംഗതിയുണ്ട്. ജബ്ബാർ പറഞ്ഞത് മുഹമ്മദ് അള്ളാഹുവിനെ മാറ്റി മുഹമ്മദ് അനുയായികളോട് മുഷാവറ നടത്തി അവരുടെ അഭിപ്രായം ആരാഞ്ഞു എന്നാണ്. വെള്ളിത്തമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹുവിനോട് അഭിപ്രായം ചോദിക്കല്ല, അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിനോട് പഠിച്ചവനെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് അന്വേഷിക്കല്ല. ജബ്ബാർ പറയുന്നത് കേട്ടാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് അഭിപ്രായം ചോദിച്ച് എന്നിട്ട് അള്ളാഹു അഭിപ്രായം പറഞ്ഞിട്ട് അതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് ഈ ചിന്താഗതിയും. ആ ചിന്താഗതി പുറത്ത് പറയാമെന്നുള്ള അതിനേക്കാൾ വെള്ളിത്താണ്. മനുഷ്യന് അല്പമൊക്കെ നോള ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറയാൻ മെനക്കെടില്ല. ദൈവത്തെ നിഷേധിക്കുന്ന പോലെയുള്ളത് മറ്റൊരു സംഗതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആളുകളെ, മുസ്ലിങ്ങളെ, ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തു, അവരോട് അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ അതിലെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ അവർ മദീനയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് അവരെ ഇവിടെ വെച്ച് നേരിടാമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ തലേ കൊല്ലം ബദറിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, അവർ മദീനയിലെത്തുന്നതിന് മുമ്പ് മദീനയുടെ പുറത്ത് വെച്ച് അവരുടെ നേരിടുകയാണ് വേണ്ടത്, അതാണ് യുക്തി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് അഭിപ്രായം ആരാഞ്ഞത്? അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫഅഫു അൻഹും വസ്ഫഹ്, നീ അവർക്ക് മാപ്പ് നൽകണം, അവരോട് മിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ
അവരിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ അതിനെ കാര്യമായി എടുക്കാത്ത രീതിയിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. വശാവിർഹും ഫിൽ അംരി, കാര്യങ്ങൾ അവരുമായിട്ട് കൂലി ആലോചിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫൈദാ അസംത, അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് മുമ്പോട്ട് നീങ്ങാന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായിട്ട് കൂടിയാലോചന നടത്തുന്നത്. ഈ കൂടിയാലോചനയെയാണ് ജബ്ബാർ മുഹമ്മദ് അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് സ്വന്തം ആളുകളോട് കൂടിയാലോചിച്ചു അഭിപ്രായം ആരാഞ്ഞു എന്ന് പറയുന്നത്. കൂടിയാലോചന ഉള്ളത് മനുഷ്യരുമായിട്ടാണ് നടത്തുക. മാത്രമല്ല ഒരു പൊതു കാര്യത്തിൽ കൽപ്പിക്കുകയും മറ്റുള്ളവരത് അതേപടി അനുസരിക്കുകയും ചെയ്യുന്നതിന് പകരം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ഇസ്ലാമിക നേതൃത്വം ചെയ്യേണ്ടുന്ന സമീപനം എന്താണ് എന്നതാണ് ഇതിലൂടെ അള്ളാഹു മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത്. അവർ കാര്യങ്ങൾ കൽപ്പിച്ച് അനുയായികളെ കൊണ്ടത് പ്രാവർത്തികമാക്കുന്നതിന് പകരം അവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ് വേണ്ടത്. അപ്പോഴാണ് എല്ലാവരുടെയും പങ്കാളിത്തവും ഭാഗഭാഗിത്വവും സംഗതിയിലുണ്ടാവും. എന്ന് മാത്രമല്ല അവർക്കും ഇത് തങ്ങളുടെ കൂടി ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. തങ്ങൾ കൂടി പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞ് സ്വരൂപിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണെന്നും അത് നടപ്പാക്കേണ്ട ബാധ്യത തങ്ങൾക്ക് കൂടി ഉണ്ടാവുമെന്നുള്ള ആ ഒരു സാമൂഹിക ബോധം അവർക്കുണ്ടാവുള്ളൂ. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വശാവിർഹും ഫിൽ അംരി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് മുഷാവറ നടത്തിയിട്ടുള്ളത്. ആ മുഷാവറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മദീനയുടെ പുറത്ത് വെച്ച് ഇവിടെ നേരിടണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ കൂടി മാനസിക അവസ്ഥ പരിഗണിച്ച് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധം അണിഞ്ഞപ്പോൾ പിന്നെ അവരിൽ തന്നെ ചിലർ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ് ഈ മദീനയുടെ പുറത്ത് വെച്ച് അവരെ നേരിടാനുള്ള അഭിപ്രായം പറഞ്ഞ ആളുകളോട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ യുദ്ധത്തിന് നിർബന്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യാൻ എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അവർ തന്നെ അവരുടെ അഭിപ്രായം മാറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ പിൻവലിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം അനുസരിച്ച് തന്നെ ആവട്ടെ, അതുകൊണ്ട് അവർ മദീനയിൽ വന്നാൽ നമുക്ക് നേരിടാം. പക്ഷേ ഈ ഘട്ടമാകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധം അണിഞ്ഞ് കഴിഞ്ഞിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആയുധം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ യുദ്ധത്തിൻ്റെ സാഹചര്യം അവസാനിക്കാതെ ആ ആയുധം വഹിച്ചു വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീനയുടെ പുറത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. ഇവിടെ ജബ്ബാർ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായി ഉഹദിൽ യുദ്ധം സംഘടിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അബൂ സുഫിയാനും ഇക്രിമയും പോലുള്ള മക്കയിലെ ഖുറൈശി പ്രമുഖന്മാർ അവരുടെ കച്ചവടത്തിലുള്ള മക്കയിലുള്ള ധനാഢ്യന്മാരായിട്ടുള്ള ആളുകളോട് കച്ചവടത്തിലെ പങ്ക് അല്ലെങ്കിൽ അതിലെ ഒരു വിഹിതമെങ്കിലും യുദ്ധഫണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടി യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന വിവരം മദീനയിൽ എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതും സ്വന്തം അനുചരന്മാരോട് ഈ യുദ്ധത്തിന് പുറത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് കൂടിയാലോചന നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത്. ഇതിന് യഹൂദന്മാർ അനാവശ്യമായിട്ടുള്ള യുദ്ധമാണ് നടത്തിയിട്ടുള്ളതെന്ന് യഹൂദന്മാരോ ജബ്ബാറിൻ്റെ ഭാഷയിൽ നേരും നെറിയുമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജബ്ബാറിൻ്റെ സ്വന്തം കീശയിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അല്ലാതെ ഒരു ഭാഗത്ത് യഹൂദന്മാർക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. മദീനയുടെ നേരെ വരുന്ന ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുമായി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കരാറിലെ വ്യവസ്ഥ എന്തായിരുന്നു, അത് ജബ്ബാർ പഠിക്കേണ്ടതാണ്. മദീനക്കെതിരിൽ പുറമേ നിന്ന് വരുന്ന ഏതാക്രമണത്തെയും ഒന്നിച്ച് നേരിടണം എന്നുള്ളതാണ് ആ കരാറിൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞത്. ഈ കരാറിനാണ് ഇവിടെ ഒന്ന് യഹൂദന്മാർ ലംഘിച്ചിട്ടുള്ളത്.
ജബ്ബാർ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഹൂദന്മാർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവർ കരാർ ലംഘിക്കുക ചെയ്തിട്ടുള്ളത്. അവർ കരാർ ലംഘിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മുസ്ലിങ്ങൾക്കോ അനുകൂലമായിട്ടുള്ള യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ചരിത്ര സത്യങ്ങളെപ്പോലും മറച്ചു വെച്ചുകൊണ്ട് തനിക്ക് തോന്നിയത് വിളിച്ചു പറയാന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജബ്ബാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേര് നെറി എന്ന് പറയുന്ന അല്ലെങ്കിൽ നീതിബോധം എന്ന് പറയുന്ന നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു സമീപനമില്ല. ഇസ്ലാമിനെ ഏത് നിലക്കും കരിവാരി തേക്കാനും അതിനെ അവഹേളിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജബ്ബാറിനെ പോലെ ആളുകളും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് എന്നതാണ് വസ്തുത. ഈ വസ്തുതയെ അവഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ആളുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ സത്യം എത്ര തന്നെ മൂടി വച്ചാലും അത് വെളിക്ക് വരികയും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ള ബോധമെങ്കിലും ഇത്തരം ആളുകൾക്കുണ്ടാവുന്നത് നല്ലതാണ്.